എം ഇൻറ്റു എ എടുത്താലും എം എൽ ടി റേസ് -2 ആണ് കിട്ടുക. എമ്മിൻ്റെ എം മറ്റേത് എൽ ടി റേസ് -2. നിങ്ങൾക്കറിയാം ഡയമെൻഷണൽ ഫോർമുല ഡയമെൻഷനലി കറക്റ്റ് ആണ് കിട്ടുക. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ, സംശയമൊന്നുമില്ല. നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കറിയാം. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു 3m ഡയമെൻഷനലി കറക്റ്റ് ആണോ? എഫിൻ്റെ എം എൽ ടി റേസ് -2 3m എന്തായിരിക്കും? ഇവിടെ 3ക്ക് ഡയമെൻഷൻ ഇല്ല, അപ്പോൾ അത് എം എയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എം എൽ ടി റേസ് -2 മറ്റേത് എം എ ആയിരിക്കും വരിക. കാരണം 3നെ നമ്മൾ ഇഗ്നോർ ചെയ്യും, കാരണം ക്വാണ്ടിറ്റി അല്ലല്ലോ, നമ്പർ മാത്രമല്ലേ. അപ്പോൾ അതും ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ്. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിക്കാൻ എഫ് ഈസ് ഈക്വൽ ടു 5/2 എം എ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. കാരണം 5/2 ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഡയമെൻഷൻ 3 ഫോർമുലയും ഡയമെൻഷനലി കറക്റ്റാണ്. ഇവിടെ ഒരു പ്രശ്നമില്ലേ? 3 ഡയമെൻഷനലി കറക്റ്റാണ്, പക്ഷെ ആക്ച്വലി കറക്റ്റ് ആരാണ്? ആക്ച്വലി കറക്റ്റാണ്, ശരിക്കും കറക്റ്റ് ആരാണ്? ശരിക്കും കറക്റ്റ് ഇവ മാത്രമേ ഉള്ളൂ. ഇവരൊന്നും ആക്ച്വലി കറക്റ്റ് അല്ല. ആക്ച്വലി കറക്റ്റ് അല്ല. ഒരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ഡയമെൻഷനലി കറക്റ്റായി എന്നതുകൊണ്ട് ശരിക്കും അഥവാ ആക്ച്വലി കറക്റ്റ് ആണെന്നുണ്ടോ? ഇല്ല. ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ആക്ച്വലി കറക്റ്റ് ആവാം, ആക്ച്വലി കറക്റ്റ് അല്ലാതെ ആവാം. ഡയമെൻഷനലി കറക്റ്റ് ആയാലേ ആക്ച്വലി കറക്റ്റ് ആവാം, ആക്ച്വലി കറക്റ്റ് ആവാം, അല്ലാതെ ആവും. ആക്ച്വലി കറക്റ്റ് ആണ്, ശരിക്കും ഇക്വേഷൻ കറക്റ്റ് ആണ്, നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പിന്നെ സാർ ഇതുകൊണ്ട് എന്താ ഗുണം? വേറെ വേസ്റ്റ് അല്ലേ? ഇത് വെച്ചിട്ട് കറക്റ്റ് ആണോ നോക്കിയാൽ നമുക്ക് ശരിക്കും കറക്റ്റ് ആണോ പറയാൻ പറ്റില്ലെങ്കിൽ എന്താ ഗുണം? അപ്പോൾ ഗുണം വരുന്ന അവിടെ വെച്ചാൽ ഡയമെൻഷനലി റോങ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ ആക്ച്വലി റോങ് ആയിരിക്കുമോ? അതെ, ഉറപ്പിച്ച് പറയാൻ പറ്റും.